നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 24 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും കടുത്ത അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും. സമൂഹത്തിൽ അപമാനം, ധനപരമായ ക്ലേശം എന്നിവ ഉണ്ടാകാം. ഉദരരോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. സംസാരത്തിലും പ്രവൃത്തിയിലും സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. രാശിനാഥനായ ശുക്രന്റെ കടാക്ഷത്താൽ സ്ഥാനപ്രാപ്തി, ആരോഗ്യവർദ്ധനവ്, മികച്ച ഭക്ഷണസുഖം, വലിയ ഭാഗ്യ അനുഭവങ്ങൾ, ദാമ്പത്യ സൗഖ്യം എന്നിവ ലഭിക്കും. നല്ല സുഹൃത്തുക്കളുടെ സഹായവും പുതിയ വസ്ത്രങ്ങളും ലഭിക്കും. കലാകാരന്മാർക്ക് ഉന്നത അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കുന്നതാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ ആദരവും പിന്തുണയും ഇന്ന് ലഭിക്കും. കലാകാരന്മാർക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും പുതിയ പദവിയും ലഭിക്കും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാൻ ഇടവരുന്ന തികച്ചും അനുകൂലമായ ഒരു ദിനമാണിന്ന്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം. കൂടുതൽ യാത്രാശേഷമുള്ള വിഭാഗത്തിലേക്ക് ഇന്ന് അപ്രതീക്ഷിത ഉദ്യോഗമാറ്റമുണ്ടാകും. ഉദരപ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ ഇടയാകും. സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരികയും പരാശ്രയം മനോദുഃഖം അനുഭവപ്പെടുകയും ചെയ്യും. കടുത്ത ധനപരമായ ക്ലേശം അലട്ടും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. നേത്രരോഗങ്ങൾ, വാതരോഗങ്ങൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ചില വ്യവഹാരങ്ങളിൽ വലിയ തിരിച്ചടിയും തൊഴിൽപരമായ ക്ലേശങ്ങളും വർദ്ധിച്ചേക്കാം. കഠിന അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ വിജയം, ശത്രുഹാനി, ഉയർന്ന സ്ഥാനലബ്ധി എന്നിവയ്ക്ക് യോഗമുണ്ട്. എഴുത്തുകാർക്ക് തങ്ങളുടെ സൃഷ്ടികൾ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന സന്തോഷകരമായ ദിവസമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മാനസികമായും ശാരീരികമായും ചില സുഖക്കുറവുകൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. സുപ്രധാന കാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും കുടുംബകലഹങ്ങളും ഒഴിവാക്കുവാൻ ഉപകരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. മാതാവിൽ നിന്ന് വലിയ ഗുണാനുഭവങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരവും പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിൽ തികച്ചും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. എഴുത്തിലൂടെ പ്രശസ്തിയും കലാകായിക രംഗത്ത് വൻ വിജയവും നേടുന്നതിന് അവസരം ഉണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടയാക്കും. സുരക്ഷിതമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് സാമ്പത്തിക വഞ്ചന ഒഴിവാക്കുവാൻ നല്ലതാണ്. അനാവശ്യ തെറ്റിദ്ധാരണകൾ കാരണം മേലധികാരിയുടെ അപ്രീതി സമ്പാദിക്കാൻ സാധ്യത. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. രാഷ്ട്രീയത്തിലുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും ലഭിക്കും. നവീന ഗ്രഹയോഗവും കുടുംബത്തിൽ വലിയ മംഗളകർമ്മവും നടക്കാൻ സാധ്യതയുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാകാനും ആത്മവിശ്വാസം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. വിവാഹയോഗം, ദാമ്പത്യ ജീവിതത്തിൽ തികഞ്ഞ ഐക്യം, ധനനേട്ടം എന്നിവയ്ക്ക് യോഗമുള്ള സന്തോഷകരമായ ദിവസമാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആരോഗ്യകാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുമെങ്കിലും ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. കർമ്മമേഖലയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ശത്രുക്കൾ രഹസ്യമായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചേക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.